ട്രംപ് ഇരട്ടി തീരുവ പ്രഖ്യാപിച്ചത് ഇപ്പോഴും തുടരുകയാണ്. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും അമേരിക്ക ട്രംപ് ചെയ്തിട്ടില്ല. പക്ഷേ ഒക്ടോബർ മാസത്തിൽ നമ്മളുടെ കയറ്റുമതി 630 കോടി ഡോളർ ആയിരുന്നു എങ്കിൽ ഇപ്പോഴത് 698 കോടി ഡോളറായി ഉയർന്നിരിക്കുന്നു. അതായത് താരിഫ് ഉയർത്തിയിട്ടും ഇന്ത്യയുടെ കയറ്റുമതിക്ക് വലിയ ഇടിവ് സംഭവിച്ചില്ല. എന്നാൽ ആഗസ്റ്റ് മാസത്തിൽ ഒരു ഇടിവ് സംഭവിച്ചിരുന്നു. ആ ഇടിവ് മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് േക്കാൾ 22.61% കയറ്റുമതി വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സ്മാർട്ട് ഫോണും ഫാർമ ഉൽപ്പന്നങ്ങളും അധികമായി അമേരിക്കയിലേക്ക് കയറി പോകുന്നുണ്ട് എന്നതിനാലാണ് ഈ ഒരു വലിയ രീതിയിലേക്കുള്ള ഉയർച്ച കാണിക്കുന്നത് എന്നാണ് വിവിധ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഓഗസ്റ്റ് മുതൽ ഒരു ഇടിവുണ്ടായിരുന്നത് മാറിയിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ ഈ ഉയർന്ന താരിഫിനിടയിലും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ കയറി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അരിക്കെതിരെ ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ രീതിയിൽ തന്നെ അരി കയറിപ്പോകുന്നുണ്ട്. കാരണം അമേരിക്കയിൽ 80% പേരും ഇന്ത്യൻ ബസുമതി റൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ കാരണം. അതായത് തീരുവ വലിയ രീതിയിൽ ഏശിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു ഇടയ്ക്ക് ഒരു മന്ദിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ മന്ദിപ്പ് മറികടന്നുകൊണ്ടും ഈ ഉയർന്ന താരിഫിൽ തന്നെ ആളുകൾ സാധനം വാങ്ങുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.